ചെന്നൈയിൽ 1.5 വയസ്സുകാരനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. കീഴ്പ്പാക്കം സ്വദേശി ദിവ്യയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്നലെയാണ് സംഭവം ഉണ്ടായത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, 1.5 വയസ്സുള്ള കുട്ടിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു മകനും സമാനമായ രീതിയിൽ ക്രൂരമായി മുറിവേറ്റിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരുന്നു ഈ ക്രൂരതയ്ക്കും അരും കൊലയ്ക്കും പ്രേരണയായത്? സുഹൈൽ, കുടുംബ വഴക്കും ഭർത്താവിനോടുള്ള വഴക്കുമൊക്കെ കാരണമാണ് രണ്ട് കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ആത്മഹത്യ ചെയ്യാനായി ദിവ്യ ശ്രമിക്കുള്ള കാരണം. ഇതിൽ 1.5 വയസ്സുകാരനായിട്ടുള്ള കുട്ടി, പേര് പുനീത് കുമാർ എന്നാണ്. ആ മകൻ മരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 4.5 വയസ്സുകാരൻ ലക്ഷ്മൺ കുമാർ ചികിത്സയിലാണ്. ഈ കുട്ടികളെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച ദിവ്യ ഇപ്പോൾ ചികിത്സയിലാണ്. ഇവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ ദിവ്യ കീഴ്പ്പാക്കം സ്വദേശിയാണ്. ഒപ്പം തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് പെരുങ്കുളത്തൂർ സ്വദേശിയായിട്ടുള്ള രാംകുമാറിനെയാണ്. 6 വർഷം മുൻപാണ് ഇവർ കല്യാണം കഴിച്ചത്. കഴിഞ്ഞ 6 മാസമായി ഇവർ തമ്മിൽ കുടുംബ പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ദിവ്യ കീഴ്പ്പാക്കത്തുള്ള സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായി ദിവ്യ ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ചില പ്രശ്നങ്ങളുള്ളതായി വീട്ടുകാർ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇന്നലെ ഇത്ര വലിയൊരു കൃത്യത്തിലേക്കൊക്കെ ദിവ്യ കടക്കും എന്നാരും പ്രതീക്ഷിച്ചില്ല. ഉച്ചയോടുകൂടി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് വൈകിട്ട് വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ചിട്ടും കുറേ സമയം കഴിഞ്ഞും ആരും വാതിൽ തുറക്കാതിരുന്നതോടുകൂടിയാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. അങ്ങനെ ബന്ധുക്കളുമായി എത്തി വീട് ചവിട്ടി പൊളിച്ചപ്പോഴാണ് വീട്ടിലെ ശുചിമുറിയിൽ ഇവരുടെ 3 പേരും ഇവർ കിടക്കുന്നതായി കണ്ടത്. ഇതിൽ പുനീത് കുമാർ 1.5 വയസ്സുകാരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. ശേഷം പോലീസും ഒപ്പം നാട്ടുകാരും എത്തി മറ്റ് 2 പേരെ, ദിവ്യയും മറ്റു കുട്ടിയെയും കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ദിവ്യയുടെ നില ഇപ്പോൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. എന്തായാലും കഴിഞ്ഞ 1-2 ദിവസമായി ദിവ്യയുടെ ഫോണിലേക്ക് എത്തുന്ന കോളുകളെയൊക്കെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.